2026 ഓണാഘോഷം നമ്മൾ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ കേട്ടോ നമ്മുടെ ഫാബ്രിക് ലെവൽ. അത് നമ്മളൊരു കുഞ്ഞ് ഫാബ്രിക് എന്നാൽ സംതിങ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. 10 ഹൃദയങ്ങൾ, 10 കളറിലുള്ള ഹൃദയങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഓഫ് വൈറ്റ് ബേസ് കളറിൽ. അതായത് ഓണത്തിൻ്റെ വിവിധ തരം അങ്ങനെ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള ഒരു ആഘോഷം എന്നല്ല. ഇപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഓഫീസ് സ്പേസിലാവാം, അല്ലെങ്കിൽ നമ്മൾ ഒത്തുചേരുന്ന എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് കമ്മ്യൂണിറ്റി ആയിട്ട് അങ്ങനെയൊക്കെ ആഘോഷിക്കുന്നവർക്ക് ആപ്റ്റായ രീതിയിലുള്ള കുറച്ച് ഫാബ്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മളിതിനൊരു തുടക്കം കുറിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് ഓരോന്ന് വരുന്ന മുറയ്ക്ക് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ, ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. നമസ്തേ, സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബ്ലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പർച്ചേസ് ചെയ്യാനായി സ്ക്രീനിൽ 2 നമ്പർ ഉണ്ടാവും, അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഒപ്പം എത്ര മീറ്റർ വേണ്ടതെന്നും കൂടെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹൃദയപൂർവ്വം നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കണ്ടു തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൽ കണ്ടാൽ ചിലപ്പോൾ സ്ക്രീൻഷോട്ടിലെല്ലാം ക്ലിയർ ആയെന്ന് വരില്ല. അപ്പോൾ നമ്പർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാ വരുന്നു, നമ്പർ 1 വരുന്നു. അതൊരു ഡാർക്ക് ടീൽ ബ്ലൂ ഹാർട്ട്സാണ് വരുന്നത്. ഇത് പോളി റയോൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇങ്ങനെ വരുന്നത് ഉണ്ട് ഫാബ്രിക്. അപ്പോൾ ഇത് ആസച്ച് ഇങ്ങനെ തന്നെ ഇന്നർ യൂസ് ചെയ്യുന്നവർക്ക് കോട്ട് സെറ്റ് പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ തന്നെ വെയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോട്ടൺ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തോളൂ. അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ബഡ്ജറ്റ് റേഞ്ചിലാണ്, 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 90 റുപ്പീസ് ഓൺലി, 90 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് ഫാബ്രിക്കിന്. ഇതിൽ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാനാണെങ്കിലും കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും ഒക്കെ ആപ്റ്റായ ഫാബ്രിക്കാണ്. അപ്പോൾ നമ്പർ 1 ഇങ്ങനെ വരുന്നു, ടീൽ ബ്ലൂ ഷെയ്ഡിൽ. ഇനി വരുന്നു നമ്പർ 2. ഈ നമ്പർ കാണുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് വിടണം കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് വിട്ടോളെ. നമ്പർ 2 വരുന്നു. അതൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഹഡ്സ് ആണ് വരുന്നത്. ഇങ്ങനെ വരുന്നു ഇതിൽ. ഇനി വരുന്നു നമ്പർ 3, ഗ്രീൻ ആണ്. ഒരു ലീഫ് ഗ്രീൻ എന്ന് പറയും, നമ്മുടെ ഇലകളുടെ ഡാർക്ക് ഗ്രീനാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു, നമ്പർ 3 ആണ് കേട്ടോ. ഇതിങ്ങനെ കാണുന്ന രീതിയിൽ അയക്കണേ സ്ക്രീൻഷോട്ട്. ഇങ്ങനെ വരുന്നു. അപ്പോൾ കോട്ടൺ ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഒരു ഓഫ് വൈറ്റ് കേരള ക്രീം കളറിൽ വരുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സംതിങ് വെറൈറ്റി ആയിട്ട് ടോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി വരുന്നു നമ്പർ 4 വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ്. അപ്പോൾ അതുകൊണ്ട് മാറിപ്പോകണ്ട കേട്ടോ. അത് കുറച്ചുകൂടി ലൈറ്റ് ഗ്രീൻ, ഇത് അതിൻ്റെ ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത്. നമുക്ക് ബ്ലാക്ക് എന്ന് തോന്നും, അതുകൊണ്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്. നമ്പർ 4 വരുന്നത് ഇങ്ങനെ. അപ്പോൾ അത് ഇങ്ങനെ വരുന്നു. അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ നമ്പറൂടെ കാണുന്ന രീതിയിൽ അയക്കും, പിന്നെ കളറൊന്ന് മെൻഷൻ ചെയ്യുകയും കൂടെ ചെയ്തേക്കും കേട്ടോ. ഇനി നമ്പർ 5 വരുന്നു, ഒലിവ് ഗ്രീൻ. നമ്മുടെ ചെറുപയർ പച്ച പറയുന്ന ആ ഒരു ഗ്രീനിലാണ് വരുന്നത്. നമ്പർ 5 ഇങ്ങനെ വരുന്നു. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 90 റുപ്പീസ് പെർ മീറ്റർ, 90 രൂപ വരുന്നു അങ്ങനെ. ഇനി വരുന്നു നമ്പർ 6 വരുന്നു, റാണി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഇങ്ങനെ വരുന്നു. അതും നമ്മുടെ കേരള ക്രീം കളറിൽ ബ്യൂട്ടിഫുൾ ഗ്രീൻ കളറിലാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ റാണി പിങ്ക് കളറിലാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നു നമ്പർ 7 വരുന്നു. അതും നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത്. അപ്പം മാറിപ്പോണ്ട കേട്ടോ. ബ്ലാക്കും ബോട്ടിൽ ഗ്രീനും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് സ്റ്റിക്കറിൽ നമ്പർ ഒന്ന് കാണുന്ന പോലെ വിട്ടോളെ, മറക്കല്ലേ. നെക്സ്റ്റ് വരുന്നു 8, ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. 10 കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വരുന്നു ഇതിൽ. ഇനി 9th കളർ വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ്, ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു നമ്പർ 9. അത് പിന്നെ പെട്ടെന്ന് തിരിച്ചറിയും. ഒലിവ് ഗ്രീൻ, ഇത് റാണി പിങ്കും ഒക്കെ വേഗം അറിയും. ഗ്രീൻ ഷെയ്ഡ് ബ്ലാക്കൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇത് നമ്പർ 10 വരുന്നു, വയലറ്റ് ഷെയ്ഡിൽ. എങ്കിലും ചിലപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴേ ചില കളേഴ്സ് ക്ലിയർ ആയിന്ന് വരില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ 3 പീസ് സെറ്റ് ആ റണ്ണിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നോർമൽ ചെയ്യുന്ന അതല്ല, നമ്മൾ 56 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ഒരു കോട്ടൻ്റെ 2 പീസൊക്കെ അന്ന് ചെയ്ത് ഓർമ്മയുണ്ടോ? പ്രിൻറ്റും പ്ലെയിനും കൂടെ KP കോട്ടൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രാൻഡിൽ 200 റുപ്പീസ് 56 ഇഞ്ചിൽ ഒരു ബിഗ് വിഡ്ത്തിൽ വരുന്നത്. ഇത് അതേ ടൈപ്പിൽ KP കോട്ടണിൽ 3 പീസ് സെറ്റാണ് വരുന്നത്. അതിൽ ടോപ്പ് ഇത് അങ്ങനെ വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ നോർമൽ ക്യാമ്പ്രിക്കിനേക്കാളും കുറച്ചുകൂടെ ഡിസ്ചാർജ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ്, KP കോട്ടൺ വേറെ, ഇത് കുറച്ചുകൂടെ തിക്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിന് ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ടോപ്പ് വരുന്നത് ഇങ്ങനെ 44 ഇഞ്ച് വിഡ്ത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ. ഇങ്ങനെ വരുന്നു ബോട്ടം, 140 റുപ്പീസ് പെർ മീറ്റർ. സെറ്റ് വൈസ് ആണ്. അപ്പോൾ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു. ദുപ്പട്ട വരുന്നത് എങ്ങനെ 270 റുപ്പീസ് പെർ പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ KP കോട്ടണിൽ 3 പീസ് സെറ്റാണ് വരുന്നത്. ടോപ്പ് ബോട്ടം ദുപ്പട്ടയുടെ കൂടിയ സെറ്റാണ്. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് സെറ്റ്. ഇങ്ങനെ നല്ല 3 കളറും നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. നെക്സ്റ്റ് ഇപ്പോൾ ഇതിൽ ആ ലൈറ്റ് ഷെയ്ഡിൽ കണ്ടോ, അതൊരു പിങ്ക് ആൻഡ് പീച്ച് കോമ്പിനേഷനിൽ വരുന്നതാണ്. കണ്ടോ, അത്യാവശ്യം തിക്നെസ് ഉള്ള കോട്ടനാണ്. ഇങ്ങനെ വരുന്നു. എന്നാൽ കോട്ടൺ ലൈനിങ് കനം കുറഞ്ഞൊന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇത് വരുന്നു 140. അതിലിതാ ബോട്ടം വരുന്നത് ഇങ്ങനെ 140. അപ്പോൾ ടോപ്പ് ബോട്ടം അങ്ങനെ വന്നിട്ട് ദുപ്പട്ട വരുന്നത് ഇതന്നെയല്ലേ നല്ല വശം, ഇങ്ങനെ വരുന്നു ദുപ്പട്ട. അപ്പോൾ നമ്മൾ ജോലിക്കാർക്കാണെങ്കിലും കാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലും ഹോം വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ സെറ്റുകളാണ് ഇങ്ങനെ വരുന്നത്.
നെക്സ്റ്റ് കളർ വരുന്നു നമ്മൾ ബ്യൂട്ടിഫുൾ ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു. ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു. ടോപ്പ് 44 ഇഞ്ച് വിഡ്ത്ത്, ഇങ്ങനെ വരുന്നു. ബോട്ടം 140 rupees per meter. സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത്. ടോപ്പ് ബോട്ടം ദുപ്പട്ടയോട് കൂടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ദുപ്പട്ട കഴിഞ്ഞിട്ട് ഫാബ്രിക് ബാക്കി ഉണ്ടെങ്കിൽ ഫാബ്രിക് ഓൺലി കിട്ടും. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. സെറ്റ് വൈസ് ആണ്. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഫാബ്രിക്കിൻ്റെ 2 meters ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയുടെ റേറ്റ് 270. ഇങ്ങനെ വരുന്നു. ഇനി നമ്മൾ നൈറ്റി മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിന് വേണ്ടതും ഐറ്റംസ് എല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ വീഡിയോകളിലും ഓരോ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഓരോ ഐറ്റംസ് ഇതാ ഇങ്ങനെ വരുന്നു. നമ്മുടെ കലങ്കാരി ഡിസൈൻ വരുന്ന നൈറ്റി മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 110 rupees per meter. ഇപ്പോൾ ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്കാണെങ്കിലും കോട്ട് സെറ്റ് പോലെ ചെയ്യേണ്ടവർക്കാണെങ്കിലും സിമ്പിളായിട്ട് നൈറ്റ് ഡ്രസ്സ് ചെയ്യേണ്ടവർക്കാണെങ്കിലും ഒക്കെ പറ്റുന്നതാണ്. നൈറ്റി ചെയ്യാൻ 3 meter ഒക്കെ എടുത്താൽ ഈ ബോർഡറൊക്കെ നെക്കിന് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. നെക്സ്റ്റ് കളർ ഇത് എങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത് 110, 110 രൂപ. അടുത്ത കളർ ഇത് എങ്ങനെ വരുന്നു. 110 rupees, 110 രൂപ മീറ്ററിന്. 44 ഇഞ്ച് വിഡ്ത്ത്. ഇനി നമ്മൾ ഇതും നൈറ്റി മെറ്റീരിയൽ അടുത്ത് നമ്മൾ അജ്രക് ടൈപ്പ് ഓഫ് പ്രിൻറ്റ് വന്നിരിക്കുന്ന 44 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു. അതും നമുക്ക് നൈറ്റി ചെയ്യാനാണെങ്കിലും കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ്. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ചാണ് വിഡ്ത്ത്. 120 rupees per meter, 120 രൂപ. നെക്സ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു. 120 രൂപ ഇങ്ങനെ വരുന്നു. അതിൽ അജ്രക് ഡിസൈൻ വരുന്ന നൈറ്റി മെറ്റീരിയലിൽ അടുത്ത കളർ ഇതാ ഇങ്ങനെ വരുന്നു. 120. അജ്രക് ടൈപ്പ് ഓഫ് പ്രിൻ്റ്. ഇതും കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 120. ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതിൽ അടുത്ത കളർ ഇതാ ഇങ്ങനെ വരുന്നു. 120. അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലെ വിഭവങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഒരു സൺഡേ വീഡിയോയിലാണ് നമ്മളൊരു 6 or 7 വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇന്നത്തേതിൽ നമ്മൾ 1, 2, 3, 4 4 ടൈപ്പ് ആണ് ഇൻക്ലൂഡ്. കാരണം നമ്മൾ ഇൻ ബിറ്റ്വീൻ ഓരോ ദിവസങ്ങളിലും കൊച്ചു വീഡിയോസൊക്കെ വരുന്നുണ്ടല്ലോ. നിങ്ങൾ ആവശ്യപ്പെട്ട കുറേ വീഡിയോസ് പെൻഡിങ് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനൊന്ന് പെർഫെക്റ്റ്ലി ഓക്കെ ആയി റെഗുലറായിട്ട് ഷോപ്പിൽ വരാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്സൊക്കെ എന്നാലും ഞാൻ കുറേ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യപ്പെട്ട ഓരോ ഫാബ്രിക്കായിട്ട് ചോദിച്ചാൽ അതിനനുസരിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.